വെട്ടിത്തിളങ്ങുന്ന രത്നങ്ങളുടെ വിശേഷങ്ങളുമായി രത്നശാസ്ത്രിയുടെ പുതിയ അധ്യായം ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ ചിങ്ങമാസത്തിൻ്റെ ആ ചിങ്ങപ്പുലരിയിലേക്ക് ഇങ്ങനെ അടുത്ത് വരുന്ന നാളുകളാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ജനം ടി വിയിലെ ഈ രത്നശാസ്ത്രയുടെ പ്രോഗ്രാം, അതുപോലെ തന്നെ നമ്മൾ ഈ രത്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം നമുക്ക് ഈ ചിങ്ങമാസം വളരെ പ്രാധാന്യമുള്ള ഒരു മാസമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വന്നിട്ട് ഏകദേശം 27 വർഷമായി. 1998 ഓഗസ്റ്റ് 17 ചിങ്ങമാസം 1-ാം തീയതിയാണ് കോട്ടയത്ത് എളിയ തോതിൽ ഇത് ഒരു ശിവാസ് ജുവല്ലേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം ആരംഭിക്കുന്നത്. അവിടെ നിന്നത് ഈശ്വരകൃപയാലും മാതാപിതാക്കളുടെ അനുഗ്രഹം കൊണ്ടുമൊക്കെ നമുക്ക് 2017 UAE മറ്റൊരു ഷോപ്പും സ്റ്റോറും കൂടെ ആരംഭിക്കാൻ സാധിച്ചു. 2024 നമ്മൾ കോട്ടയത്ത് രണ്ടാമത്തെ ഷോപ്പ് ശിവാസ് ജെംസ് ആൻഡ് സിൽവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് കൂടെ ആരംഭിക്കാൻ സാധിച്ചു. ഇതെല്ലാം കൃത്യമായിട്ടുള്ള നമ്മളുടെ ഉപഭോക്താക്കൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രോത്സാഹനവും അവരുടെ സപ്പോർട്ടും, സുഹൃത്തുക്കളുടെ സപ്പോർട്ട്, മാതാപിതാക്കളുടെ അനുഗ്രഹം, ഈശ്വരകൃപ, ഇതെല്ലാം കൊണ്ട് മാത്രമാണ് അത് സാധിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ 27 വർഷം നോക്കുമ്പം നമുക്ക് ഒരുപാട് ചലഞ്ചിങ് ഉണ്ടായിരുന്ന പീരീഡായിരുന്നു. ഈ രത്നങ്ങളുടെ ഫീൽഡിൽ ഒരുപാട് ചലഞ്ചസ് നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് രത്നങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി. ഹീറ്റഡ് സ്റ്റോൺസ്, ട്രീറ്റഡ് സ്റ്റോൺസ്, ഡിഫ്യൂസ്ഡ് സ്റ്റോൺസ് ഒക്കെ വന്നപ്പോൾ യഥാർത്ഥ രത്നങ്ങളും ഈ ഡ്യൂപ്ലിക്കേറ്റ് രത്നങ്ങളും അല്ലെ കളർ എൻഹാൻസ് ചെയ്ത രത്നങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ അതിജീവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സബ്ജക്റ്റിൽ അപ്ഡേറ്റഡായി. പിന്നെ രത്ന പരിശോധനയ്ക്ക് അത്യാവശ്യം ബേസിക്കായിട്ട് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം നമ്മൾ കരുതി. നമ്മളെ സ്റ്റാഫിനെ എല്ലാം വെൽ ട്രെയിൻ ചെയ്യിച്ചു. അപ്പോൾ ഏത് കല്ല് കൊണ്ടുവന്നാലും നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ആരുടെയെങ്കിലും കയ്യിലെന്തെങ്കിലും കല്ല് പൂർവികമായിട്ട് കിട്ടിയ കല്ലുകളൊക്കെ എന്താണെന്ന് പോലും അറിയാൻ മേലാത്തതുണ്ട്. അതൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് റാൻഡമായിട്ട് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കോട്ടയത്തുമുണ്ട്. നമുക്ക് UAEയിലും ഷാർജയിലും സാധ്യമാണിപ്പം. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും കല്ലുകളെക്കുറിച്ച് പഠിച്ചു. കല്ലുകളുടെ പുതിയ മൈനുകളെക്കുറിച്ച് നമ്മൾ ഉള്ള അറിവ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്തു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ആണ് നമ്മൾ. അതുപോലെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല. നമ്മുടെ സപ്ലയേഴ്സ് എന്ന് പറയുന്ന അവരുടെ പരമ്പരാഗതമായിട്ട് ഈ രത്ന ഫീൽഡിൽ അപ്പൂപ്പന്മാരായിട്ട് തലമുറകളായിട്ടുള്ള നല്ല നല്ല ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് നമ്മൾ അവരുമായിട്ടാണ് നമ്മൾ ഡീലിങ്സ് ഉള്ളത്. അപ്പം നമുക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു ഇതും അവർക്ക് നല്ല അറിവുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഈ കാലഘട്ടമൊക്കെ ഈശ്വരകൃപയാൽ ഇതിൻ്റെ നമ്മളെ സപ്പോർട്ട് ചെയ്തതും നമ്മളെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്നതിനൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്തായാലും അതൊക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം, മാതാപിതാക്കളുടെ അനുഗ്രഹം. ഈ 27 വർഷം എന്ന് പറയുന്നത് അതൊരു ചെറിയ കാലയളവല്ല, ഒരു വലിയ ഒരു കാലയളവാണ്. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് നിരന്തരമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇതിൽ ആവശ്യമാണ്. എന്നും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ഫീൽഡ് പോലും മേഖലയും കൂടെയാണ് ഈ രത്നങ്ങൾ. ഇപ്പം പുതിയ രത്നങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ രത്നങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്, മൈനുകളുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് പഴയ രീതിയിൽ നിന്നൊക്കെ ഒരുപാട് മാറിയല്ലോ. രത്നങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ കട്ടിങ്ങിനും ലേസർ കട്ടിങ് പോലുള്ള കട്ടിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വന്നു. പണ്ട് നമ്മൾ കല്ലുകളൊക്കെ ഉരുട്ടി കബോഷൻ രീതിയിൽ കട്ട് ചെയ്യുന്ന രീതിയൊക്കെ മാറി. ഓരോ കല്ലിൻ്റെയും നേച്ചറും ഹാർഡ്നെസ്സും അനുസരിച്ചുള്ള കട്ടിങ്ങുകൾ വന്നു. അത് ഫാൻസി കട്ടിങ് വന്നു, ബ്രില്യൻ കട്ടിങ് വന്നു, ഓവൽ ഷേപ്പ് കട്ടിങ് വന്നു. ഇങ്ങനെ പല തരത്തിലേക്ക് വന്നു മാർക്കറ്റിൽ. അങ്ങനെ വന്നു.
ഇപ്പോൾ ഈ പറയുന്ന 27 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതേപോലെ താങ്ങി നിർത്തിയത് നമ്മുടെ കസ്റ്റമേഴ്സ് എന്നും നമുക്ക്, അതുപോലെ നമ്മുടെ ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് അവർക്കും ഒരു കോടി പ്രണാമം ഞാൻ ഈ അവസരത്തിൽ ഇത് ചെയ്യാണ്. അതുപോലെ തന്നെ ജനം ടി വിയുടെ പ്രവർത്തകർ, അണിയറയിൽ പ്രവർത്തിക്കുന്നവർ. ഇപ്പം ഈ ഒരു ചെറിയൊരു തിരിഞ്ഞുനോട്ടം നമ്മൾ നടത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്കിതിൻ്റെയൊക്കെ ഒരു മൂലക്കല്ലായിട്ട് അല്ലെങ്കിൽ നമ്മളെ താങ്ങി നിർത്തിയിട്ടുള്ള ഓരോ പില്ലേഴ്സായിട്ട് തോന്നുന്നത് ഈ പറയുന്ന നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ ഉപഭോക്താക്കളാണ് ഒന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള രത്നനിർണയത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോരുന്ന ആ ഒരു ക്വാളിറ്റി, ആ കാര്യങ്ങൾ, നല്ല രത്നങ്ങൾ നമ്മൾ അതിനകത്തൊരു കോംപ്രമൈസും നമ്മൾ കാണിച്ചിട്ടില്ല. രത്നങ്ങൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഇല്ലാതെ ഒരാൾക്കും നമ്മൾ കല്ല് കൊടുക്കുന്നില്ല. അത് തന്നെ വലിയൊരു പ്ലസ്. ആവശ്യമില്ലാതെ ആർക്ക് കല്ല് സജസ്റ്റ് ചെയ്യത്തില്ല. ആവശ്യമുള്ളത് മാത്രം നമ്മൾ കൊടുക്കുന്നു. ലൈഫ് ടൈം യൂസ് ചെയ്യാവുന്ന കല്ലുകൾ, അതിന് എല്ലാ തരത്തിലുള്ള ഗ്യാരണ്ടിയും നമുക്കുണ്ട്. നമ്മൾ പണിത് കൊടുക്കുന്ന ഇപ്പോൾ സിൽവറിലും ഗോൾഡിലും ഒക്കെ പണിത് കൊടുക്കുന്ന പ്രോഡക്ട്സിന് ഇപ്പോഴും നമ്മൾ ഒരു ഫ്രീ മെയിൻ്റനൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എങ്ങനെ നമ്മൾ ചെയ്തത് നമ്മൾ വളർന്ന് വന്നു. ആദ്യ രീതിയിലൊക്കെ ഒരുപാട് ചലഞ്ചസും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. UAE വന്നൊരു ഷോപ്പ് തുടങ്ങുമെങ്കിലും അത് നിസ്സാര കാര്യമല്ല. അതെല്ലാം നമ്മൾ കൊണ്ടുപോയതും ഒക്കെ നമ്മളിലേക്കുള്ള ജനങ്ങൾക്കുള്ള വിശ്വാസം അത് തന്നെയാണ്. നമ്മളത് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസത്തിന് ഒരു കോംപ്രമൈസും നമ്മൾ കാണിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു ഫേക്കോ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോൺസോ ആയിട്ട് ഒരു സപ്ലയർക്ക് പോകത്തില്ല നമ്മുടെ കയ്യിൽ. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ രത്നശാസ്ത്രയുടെ ഓരോ എപ്പിസോഡുകളിൽ നമ്മൾ രത്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് രത്നവിശേഷങ്ങളുമായിട്ട് രത്നശാസ്ത്ര തുടരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നു നമ്മുടെ നീണ്ട 27 വർഷത്തെ ഒരു യാത്രയുടെ ഒരു രത്നച്ചുരുക്കം നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ ഈ ജനം ടി വിയിലെ ഈ ഒരു പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന അതൊരു പ്രോഗ്രാം എന്നല്ല ഉപരി നമ്മൾ ആ പരസ്പരം അറിവ്, ഇപ്പം നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിവ് നമ്മൾ പ്രേക്ഷകരിലേക്കും, പ്രേക്ഷകർക്ക് അവരും അറിവുള്ളവരാണ്. അവർ പല കാര്യങ്ങളും അവരിൽ നിന്ന് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഒരു സ്കൂൾ പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഓരോ സബ്ജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ പ്രേക്ഷകരുടെ കൂടെ ഇൻ്റർഫിയറൻസ് കൊണ്ട് മാത്രമാണ് വന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സപ്പോർട്ടുള്ള ഇരഘടം എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് അംഗങ്ങളാണ്. നമ്മുടെ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി മുമ്പോട്ട് കൊണ്ടുപോകുന്ന സ്റ്റാഫ് അംഗങ്ങളുള്ളത് അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ചിലപ്പോൾ എല്ലാവർക്കും അത് കിട്ടിയില്ല എന്നോ വരും. ഇൻഡിപെൻഡൻ്റായിട്ട് എല്ലാം കൈകാര്യം ചെയ്യുന്ന, ഹാൻഡിൽ ചെയ്യുന്ന കഴിവുള്ള സ്റ്റാഫ് അംഗങ്ങൾ. അപ്പം നമുക്കൊരുപാട് കാര്യങ്ങളിൽ നമ്മൾ ബോധറേഷൻ ചെയ്യേണ്ട ഒരാവശ്യം. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ടി വരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പം നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട് ഒരു പരിധി വരെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവരെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും അതുകൊണ്ട് വീണ്ടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മളൊരു അറിവ് നമ്മൾ പകർന്നു കൊടുക്കുകയും നമുക്ക് അവിടുന്ന് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവിൻ്റെ ഒരു ടേക്കാണ് ഭാഗമാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ പല രത്നങ്ങളെക്കുറിച്ച് പറയുമ്പം ആ രത്നത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള താല്പര്യം, അല്ലെങ്കിൽ മറ്റുള്ള രത്നങ്ങൾ ഇന്ന രത്നത്തെക്കുറിച്ചൊന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെക്കണമെന്ന് ധാരാളം പ്രേക്ഷകർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പുള്ള എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു രത്നമായിരുന്നു മാലക്കൈറ്റ്. അപ്പോൾ അതൊക്കെ പ്രേക്ഷകർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ പുതിയ അറിവുകളായിരുന്നു നമ്മൾ പങ്കുവച്ച ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പം ഇന്ന് നമുക്ക് അസൂറൈറ്റ് എന്ന് പറയുന്ന ഒരു കല്ല് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അസൂറൈറ്റ്, ഓക്കെ. അത് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന അത് ശേഷം കോപ്പർ
കാർബണേറ്റഡ് ഒരു ഒരു ഇതാണ്, രത്നമാണത്. അതായത് സ്റ്റോൺ ഓഫ് വിസ്ഡം എന്ന് പറയും. സ്റ്റോൺ ഓഫ് വിസ്ഡം. ഈ ധാതുക്കൾ നിറഞ്ഞു നിൽക്കുന്ന ശിലകളിൽ അതിൻ്റെ മേൽഭാഗവും കീഴ്ഭാഗവും ജലാശയം അതായത് ഉള്ള ശിലകളിലെ വായുവിലും ജലത്തിലും ഓക്സിജൻ്റെ ഇടപെടിയിലും വേണം. അത് ഓക്സിഡൈസ്ഡ് എന്ന് പറയും. ഓക്സിഡൈസ്ഡ് ഏരിയയിൽ കോപ്പറിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, കോപ്പർ ഉണ്ടാകുമ്പോൾ ഈ മാലക്കൈറ്റ് പോലെയും അതുപോലെ തന്നെ അസൂറൈറ്റ് പോലുള്ള രത്നങ്ങൾ, വളരെ മനോഹരമായ രത്നങ്ങൾ അവിടെ വിളഞ്ഞ് ഉണ്ടാകുന്നതായിട്ട് കാണാം. അപ്പോൾ കോപ്പറാണ് ബേസ്ഡ്. ഇതിൻ്റെ ഒരു ബേസ്. കോപ്പർ ധാരാളം ഉള്ള ഏരിയയിലാണ് സാധാരണ അസൂറൈറ്റ് പോലുള്ള രത്നങ്ങൾ കണ്ടുവരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പിന്നെ വളരെ നമുക്കൊരു ഒരുപാട്, അതായത് അസൂറൈറ്റ് മാലക്കൈറ്റ് കോമ്പിനേഷൻ തന്നെ ഇപ്പം പല സ്റ്റോൺസ് നമ്മൾ കൊടുക്കുന്നത്. അതായത് മെൻ്റലി നമുക്ക് ഒരുപാട് സഫറിങ്സ് ഉള്ളവർ, മനസ്സിലായില്ലേ, ഒരുപാട് സ്ട്രെയിനും സ്ട്രെസ്സും ഉള്ള ആൾക്കാർക്ക് ഈ കല്ലുകൾ വളരെ ഉപകാരപ്രദമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. വളരെ അധികം വില കുറഞ്ഞ ഒരു സ്റ്റോൺസുമാണിത്. ഓക്കെ. ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സ്റ്റോണാണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ കോപ്പർ ഓർ, താമ്ര ഖനിജം എന്ന് പറയുന്നത്, കോപ്പർ ഓർ ആണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിന് ഉള്ള ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് തരും. ഒരു മനസ്സ് ഒന്ന് ഫ്രീ ആയിട്ട് വരുന്ന പോലെ നിൽക്കും. തലയിൽ നിന്ന് നമുക്ക് ആ ഭാരമെല്ലാം ഒഴിഞ്ഞ പോലെ തോന്നും. ഈ മാലക്കൈറ്റിനാണെങ്കിൽ തേർഡ് ഐ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കോമ്പിനേഷൻ സ്റ്റോൺസുകൾ, അതായത് ഇതുപോലുള്ള അസോറൈറ്റ്, മാലക്കൈറ്റ് പോലുള്ള കോമ്പിനേഷൻ സ്റ്റോൺസിന് പ്രത്യേക തരത്തിലുള്ള രണ്ടിൻ്റെയും കൂടെ ഉള്ള ഒരു ഗുണഫലം അതിനകത്തുണ്ട്, കിട്ടും. ഇത് ഇപ്പം പറഞ്ഞ് നമുക്കൊരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ തരാനായിട്ടും ആ രീതിയിൽ നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു രത്നമാണോ ഇത്? പിന്നെ ഹീലിങ്ങും സ്പിരിച്വാലിറ്റിയും ഉണ്ട്. ഹീലിംഗ് ആൻഡ് സ്പിരിച്വൽ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ മനസ്സിനൊരു സ്ട്രെങ്ത് ഇല്ലാത്ത ആൾക്കാർ, മനസ്സുമായിട്ട് എപ്പോഴും ഒരു പിരിമുറുക്കമുള്ള ആൾക്കാർ, തലയ്ക്കകത്തൊക്കെ പെരുപ്പ് മൂളലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് കേട്ടുമ്പോൾ വളരെ ചേഞ്ചസ് ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് രണ്ട് സ്റ്റോണിൻ്റെ കോമ്പിനേഷൻ, ഇപ്പോൾ രണ്ടും കൂടെ ഫോർമേഷനുണ്ട്. ഇപ്പോൾ ചില ഇതിനകത്ത് ഈ വായുവിൻ്റെ സമ്മർദ്ദം, അന്തരീക്ഷത്തിൻ്റെ വ്യതിയാനങ്ങളൊക്കെ കൊണ്ട് ഈ അസൂറൈറ്റ് തന്നെ മാലക്കൈറ്റായിട്ട് മാറുന്നുണ്ട്. അസൂറൈറ്റും മാലക്കൈറ്റും കൂടെ ഒരേ സ്ഥലത്ത് നിന്നിട്ട് അത് രണ്ടും കൂടെ ചേർന്നിട്ട് ജലമായിട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഹാർഡ്നെസ് ഒക്കെ എങ്ങനെയാണ്? വളരെ സോഫ്റ്റ് സ്റ്റോണാണ്. 3.5 to 4 ക്യാരറ്റ്സേ ഉള്ളതിന്. 3.5 to 4 ആണ് ഇതിന്റെ ഹാർഡ്നെസ്. ഇത് കൂടുതലും എങ്ങനെ ഓപ്പാക് കാറ്റഗറി സ്റ്റോണാണ്. അതായത് പ്രകാശം വെട്ടം കടക്കാത്ത രീതിയിലുള്ള നല്ല ശരിക്കുള്ള അസൂറൈറ്റ് എന്ന് പറയുന്നത് ഇന്റൻസ് ബ്ലൂ കളറാണ്. അത് ആ ബ്ലൂവിൽ നിന്ന് ലൈറ്റ് വെറൈറ്റി ബ്ലൂവിലേക്കും വരും. മാലക്കൈറ്റ് ശരിക്കും ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു പീക്കോക്ക് അല്ലേ, ഒരു കളറാണ് വരുന്നത് മാലക്കൈറ്റിനുള്ളത്. അതെ അതെ. മാലക്കൈറ്റിന് ഒരുപാട് ഈ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിൽ നിന്നുള്ള പൊടിപടലങ്ങൾ ഒക്കെ വലിച്ചെടുക്കാനും അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് ആ സ്റ്റോണിനുണ്ട്. അപ്പം ഈ പല രത്നങ്ങളും നമ്മൾ കാണുന്നില്ല, അനേകമായിട്ടുള്ള തരത്തിൽ അനേക മേഖലകളിൽ ഈ രത്നങ്ങൾ ഉപകരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന അസൂറൈറ്റ് അല്ലെങ്കിൽ ഈ മാലക്കൈറ്റ് എന്ന് പറയുന്ന രത്നങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് കോമൺ ആയിട്ട് അങ്ങ് യൂസ് ചെയ്യാൻ പറ്റുന്ന രത്നങ്ങളാണ്? കോമൺ ആയിട്ട് അത് ആവശ്യമില്ലാതെ അത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരാളുടെ ബർത്ത് ചാർട്ട് കാണുമ്പം നമുക്ക് മനസ്സിലാവും മെൻ്റലി സ്ട്രെയിൻ. അതായത് ഇപ്പം ഈ മൂൺ എന്ന് പറയുന്നത്, അതായത് ചന്ദ്രഗ്രഹമൊക്കെ വളരെ വീക്കായിട്ട് നിൽക്കുന്നു. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ കാരാഗ്രഹമാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മൂണിനെ നമ്മൾ എൻഹാൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മളെ ശരീരം സൂക്ഷിക്കുന്ന പോലെ തന്നെ മനസ്സും
സൂക്ഷിക്കണം. മനസ്സിനും വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ടാണ് ബ്രീത്തിങ്ങും യോഗയും മെഡിറ്റേഷനും ഒക്കെ അതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ മനസ്സ് വളരെ വീക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, എപ്പോഴും സ്ട്രെയിന് തലയ്ക്ക് ഭാരമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ, അതൊക്കെ ആ ചാർട്ടിനകത്ത് നമുക്ക് കുറച്ച് വ്യത്യസ്തം. പിന്നെ അത് നമ്മൾ ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയാൽ നമ്മൾ അങ്ങനെയുള്ളവർക്ക് മറ്റ് പ്രീഷ്യസ് സ്റ്റോണിൻ്റെ കൂടെ തന്നെ ഇത് കൊടുക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പുതിയൊരു രത്നം എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പ്രേക്ഷകർക്ക് ഒരുപാട് നൂറ്റാണ്ട് പഴക്കമുള്ള രത്നമാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ രത്നശാസ്ത്രയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അസോറേറ്റ് എന്ന രത്നത്തെക്കുറിച്ച്. മാലക്കൈറ്റ് പലപ്പോഴും നമ്മുടെ ചർച്ചാ വിഷയമായിട്ടുണ്ട്, നമ്മൾ പ്രേക്ഷകരോട് അതിൻ്റെ ഡീറ്റെയിൽസ് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അസോറേറ്റ് എന്ന് പറയുന്ന രത്നം ഹാർഡ്നെസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. സോഫ്റ്റ് ആണ്, ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. സോഫ്റ്റ് സ്റ്റോൺ ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലീനിങ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഈ ഹാർഡ്നെസ് കുറവായതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ക്യാരക്ടേജ് അധികമാണോ ഉപയോഗിക്കേണ്ടത്? ഇതിപ്പോഴും ഒരു കണ്ടാൽ തന്നെ ഒരു കുറച്ചൊരു വലിപ്പം തോന്നണം ഇതിനകത്ത്. പിന്നെ ഒപ്പേ കാറ്റഗറി സ്റ്റോൺസുകളൊക്കെ എപ്പോഴും ക്യാരറ്റേജ് കൂടുതലിട്ടെങ്കിലേ ഒരു പ്രയോജനം. കാരണം അതിനകത്ത് ഒരു വെട്ടം കിട്ടുന്നില്ല അതിന്. അടഞ്ഞിരിക്കുന്നതാണ് കബോഷൻ കട്ടിങ്. അത് കട്ടിങ്ങിലുള്ള കബോഷൻ കട്ടിങ്, ആദ്യകാല കട്ടിങ്. അത് ആ സോഫ്റ്റ് സ്റ്റോൺ ആയതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് ഡയമണ്ട് പോലെയോ റൂബി പോലെയൊക്കെ ഉള്ള കല്ലുകളാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഏത് തരത്തിലുള്ള കട്ടിങ്ങുകളും കൊണ്ടുവരാൻ പറ്റും. ഇതതിൽ പറ്റില്ല, അത് പറ്റത്തില്ല. ആ ദളത്തിൻ്റെ നിളമനുസരിച്ചിട്ട് അത് നമ്മൾ പല ക്യാരറ്റിൽ വ്യത്യസ്തമായ ക്യാരറ്റുകളിൽ നമുക്ക് ചെയ്തിട്ട് അത് ലോക്കറ്റൊക്കെ നല്ല വലിയ ലോക്കറ്റ്സ് ഒക്കെ ഉണ്ട് അസോറൈറ്റിൻ്റെ. അതൊക്കെ വളരെ നല്ലതാണ്. വളരെ മെൻ്റൽ ഒരു സ്പിരിച്വൽ അവേക്കണിങ് ആണ്, ഒരു ഹീലിംഗ് സ്റ്റോൺസ് ആണ്. ഡീടോക്സിഫിക്കേഷൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഡീടോക്സിഫിക്കേഷൻ ചെയ്യുമെന്നാണ്. അതാണ് ഈ കല്ലിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലേ. അത് മാലക്കൈറ്റ് വരുമ്പോഴത്തേക്കും മാലക്കൈറ്റ് ഇതിന് ഒരുപാട് ഈ പറഞ്ഞതുപോലെ സ്പിരിച്വൽ തേടയും ക്രൗൺ ചക്രയൊക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുകയും അസോറൈറ്റ് ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുകയും മനസ്സിന് ശാന്തതയും കൊടുക്കുമ്പോൾ തന്നെ ഈ മാലക്കൈറ്റ് അത് അതിൻ്റെ ഡ്യൂട്ടി അവിടെ തുടങ്ങുക ചെയ്യുന്നത്. നിസ്സാര വിലയുള്ളൂ. കല്ലുകളെ കുറിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നിസ്സാര വില ഈ കല്ലിനുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമുക്ക് വാങ്ങി ധരിക്കാം. ഇത് നമുക്ക് എവിടെ നിന്നായിരിക്കും കൂടുതലായിട്ട് ലഭിക്കുന്നത്? വരുന്നത് വലിയ മൈൻ മൊറോക്കോയിലാണ് ഉള്ളത്. മൊറോക്കോ, ചിലി, US-ലൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ രത്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം ഈ ഒരു രത്നത്തെക്കുറിച്ച്, ഈ അസോറേറ്റ് എന്ന രത്നത്തെക്കുറിച്ച് പറഞ്ഞപ്പം അതിൻ്റെ ഒരു മെയിൻ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞ അതാണ് ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി. നമുക്ക് എന്ത് പ്രോബ്ലം ആണെങ്കിലും മനസ്സിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് അതിജീവിച്ചു പോകാം. മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുപോകുക, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ടെക്നിക്സുകളാണ് പണ്ട് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഈ ബ്രീത്തിങ്ങും. നിങ്ങൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഈ ഫ്ലോറിലിരിക്കുന്ന എല്ലാവരും ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആരും ബ്രീത്തിനെ കുറിച്ച് അറിയുന്നില്ല. അങ്ങനെ ഒരു പ്രോസസ്സ് അങ്ങനെ നടക്കുക, വഴി കൂടെ നടക്കുക. എപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബ്രീത്തിൽ അതന്നെ ആണ് ഇറ്റ്സ് കോൾഡ് ബ്രീത്തിങ് ആക്ച്വലി. അപ്പോൾ അത് ആ ബ്രീത്തിൽ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും, ശ്രദ്ധ കിട്ടും. പല കാര്യങ്ങളിലും നമ്മൾ പെർഫെക്ഷൻ ഇല്ല. ഇപ്പോൾ കുട്ടികളൊക്കെ പഠിച്ചിട്ട് അത് കറക്റ്റായിട്ട് നല്ലോണം പഠിച്ച കുട്ടികളായിരിക്കും പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ അതിന് ആൻസൈറ്റി കൊണ്ട് പലതും എഴുതാൻ മേലാതെ പോകുന്ന കുട്ടികളുണ്ട്. ധാരാളം മാതാപിതാക്കൾ അത് പറയുന്നുണ്ട്. എല്ലാത്തിനകത്തും ഇതോട് ഫൈനൽ പരീക്ഷ വരുമ്പോഴത്തേക്കും പേടിക്കൊണ്ട്. അപ്പോൾ മനസ്സാണ് പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു. അപ്പോൾ മനസ്സിൻ്റെ ഇപ്പോൾ ഇപ്രാവശ്യം തന്നെ നമുക്ക് ഈ 2 ആഴ്ച കൊണ്ട് ഒരുപാട് ഈ മൂണിനെ കുറിച്ചിട്ട് ഒരുപാടുള്ള എൻക്വയറി, അതായത് ഈ മൂൺ സ്റ്റോണിനെ കുറിച്ചും മൂൺ സ്റ്റോൺ വാങ്ങി ധരിക്കാവോ സാറേ, മൂൺ സ്റ്റോൺ ഇങ്ങനെ അത് മനസ്സിന് സ്ട്രെങ്തൻ ചെയ്യുന്നു സ്റ്റോണാണെന്ന് കേട്ടു. പക്ഷെ അങ്ങനെ നമുക്ക് ധരിക്കാനും പാടില്ല. കൃത്യമായിട്ട് ആ ചാർട്ട് അനലൈസ് ചെയ്തതിന് ശേഷം ഈ മൂൺ നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റ് ആണെങ്കിൽ മാത്രമേ അതിന് അത് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അല്ലാതെ നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന ഒരു ഗ്രഹങ്ങളുടെയും സ്റ്റോണുകൾ
നമ്മൾ ഒരു കാരണവശാലും ധരിക്കരുത്. അതിൻ്റെ ദശാകാലം വന്നാൽ പോലും ധരിക്കരുത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യം, അതായത് നമ്മുടെ ശരീരത്തെ എങ്ങനെ പുഷ്ടിപ്പെടുത്താം, അല്ലെങ്കിൽ ആരോഗ്യം എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി പലതും ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഈ മനസ്സിന്റെ ഒരു ആരോഗ്യവും നമ്മൾ നിലനിർത്തേണ്ടതും ഒരു വലിയ പോകുന്നു. ജിമ്മിൽ പോകുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ജിമ്മിൽ പോകുന്നെങ്കിലും നമ്മൾ ഒരു മെഡിറ്റേഷൻ ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ഈ മനസ്സിന് ഒരു മനസ്സിന്റെ ഒരു ആരോഗ്യവും നമ്മൾ പരിപാലിക്കേണ്ടതാണ് അല്ലേ? അതെ. ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്. അവരെ സത്യം പറഞ്ഞാൽ അവർ ഭയങ്കര എക്സർഷൻ ആണല്ലോ. പ്രത്യേകിച്ച് ഫുട്ബോൾ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവർ മാനസിക കിലോമീറ്ററാണ് അവർ ഓടുന്നത് ഒരു കളി വരുമ്പോഴത്തേക്കും. എങ്കിൽ പോലും അവർക്ക് ഒരു സെഷൻ യോഗയുണ്ട്. മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. അപ്പോൾ മനസ്സ് നമ്മുടെ പിടിയിൽ കൊണ്ടുവരിക. അതിനൊരു പരിധി വരെ നമുക്ക് ഈ രത്നങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൂൺ സ്റ്റോൺ അല്ലെങ്കിൽ മൂൺ വളരെ വീക്കായിട്ട് നിൽക്കുന്ന ചാർട്ടിൽ ഡെബിലിറ്റേഷനിൽ വന്ന് നിൽക്കുന്നവർ ഈ മൂൺ സ്റ്റോൺ ഉപയോഗിക്കാതെ വരുമ്പോൾ നമുക്കതിന് പകരം മനസ്സിനെ ബലപ്പെടുത്തുന്ന മറ്റ് ചില സ്റ്റോണുകളുണ്ട്. അത് നമുക്ക് ആ ചാർട്ട് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം വേണ്ടി മാത്രം ചെയ്യണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മനസ്സിൻ്റെയും അതുപോലെ തന്നെ ഈ മൂണിനെ കുറിച്ചൊക്കെ പറഞ്ഞത് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ചാർട്ടുകൾ നമുക്ക് പങ്കുവയ്ക്കണം. എങ്ങനെയാണ് അതിനെ നമ്മളൊന്ന് പരിപാലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. എനിക്കൊന്ന് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.